ഇന്ന് നമുക്കൊരു ഫിഷ് ഗ്രിൽ ഉണ്ടാക്കിയാലോ ടെസു? എന്നൊക്കെ നമുക്ക് വേണ്ടേ? ലെമൺ, സോൾട്ട്, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഒരു തുള്ളി മുളക് പൊടി, കുരുമുളക് പൊടിയാണ് ഒത്തിരി ഇടുന്നത്. ഇതെന്നതാണെന്നറിയാമോ? ഗ്രീൻ ചില്ലി ചതച്ചത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ലെമൺ ഒഴിച്ചു, പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ഒലിവ് ഓയിലൂടെ ഒഴിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഇത് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മീൻ്റെ അകത്തും പുറത്തും എല്ലാം സ്പ്രെഡ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് വെക്കണം അല്ലേ? ഇത് ഏത് ഫിഷാണെന്നറിയാമോ ടെസുന? ബർമോണ്ടി. ഇത് നമ്മുടെ ഓസ്ട്രേലിയൻ്റെ ഫ്രഷ് ബർമോണ്ടിയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അതിനകത്ത് അകത്തും പുറത്തും എല്ലാം നമ്മുടെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചു. എന്നിട്ട് നമ്മളൊരു ഫ്രിഡ്ജിനകത്ത് 2 hours വെച്ചു. 2 hours വെച്ചിട്ടാണ് നമ്മൾ വെച്ചത്. ആ വീഡിയോ അമ്മ എടുക്കാൻ മറന്നുപോയി, ഫ്രിഡ്ജിനകത്ത് എടുക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചു. ഗ്രില്ല് ചെയ്യാൻ വെച്ചത് 180 ഡിഗ്രിയിൽ ഒരു 40 minutes 45 minutes വെച്ചു. നമ്മൾ ഓപ്പൺ ചെയ്ത ഫിഷ് നമ്മൾ ഓപ്പൺ ചെയ്താണ് വെച്ചത്. പിന്നെ നമുക്ക് ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 3-4 എക്സ്ട്രാ പീസ് കൂടെ എടുത്ത് മസാല പുരട്ടി വെച്ചായിരുന്നു. സവോള ഉണ്ട് അതിൻ്റെ ഇടയിൽ. സവോള ഇപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അത് നല്ല രസമാണ്, സവോളയും കൂടെ കൂട്ടിക്കഴിക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ഫിഷ് ഗ്രില്ലിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. 2 types. ചിക്കൻ അല്ലാതെ ഫിഷും പിന്നെ 2 ടൈപ്പ് മയോണീസ്. മയോണീസ് ഒരെണ്ണം സാധാ മയോണീസിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടി, ലെറ്റ്യൂസ് കട്ട് ചെയ്ത് സ്മോൾ ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. അത് അപ്പയുടെ സ്പെഷ്യൽ ഇതാണ് അതൊക്കെ. അടുത്ത സോസ് മറ്റേ ഓറഞ്ച് കളറിലിരിക്കുന്നത് സ്മോക്ക്ഡ് സാൻഡ്വിച്ച് സ്ലൈഡ്സ് എടുത്തിട്ട് നമ്മൾ പാലിനകത്ത് ഒരു ഇച്ചിരി പാലെടുത്തിട്ട് 2-3 സ്ലൈഡ്സ് എടുത്ത് ചീസിൻ്റെ സാൻഡ്വിച്ച് സ്ലൈഡ്സ് എടുത്തിട്ട് ഓവനകത്തൊരു 2 minutes വെച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ല ജ്യൂസി ആയിട്ട് വരും. അപ്പോൾ അതിനകത്തോട്ട് ഒരു തുള്ളി കുരുമുളക് പൊടിയും ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന മയോണീസാണ് പിള്ളേർക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതൊക്കെ അപ്പയുടെ പൊടിക്കൈകളാണ്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ഫിഷ് ഗ്രില്ലും ഫ്രഞ്ച് ഫ്രൈസും ചീസും എല്ലാം കൂടെ കൂട്ടി അപ്പയും ഞങ്ങളും അപ്പയുടെ ഒരു ഫ്രണ്ട് ബിനോങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കഴിച്ചു. ഫിഷ് ഗ്രില്ല് കഴിച്ചു. ടേസ്റ്റി ആയിരുന്നോ? നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫിഷൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ഡിന്നർ ഫിനിഷായി. എല്ലാവരോടും വർത്താനം പറഞ്ഞിരുന്നു അല്ലേ? See you in the next video. Bye.